ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചരിത്രമാണ്. അതിവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അടുത്ത കാലത്തും അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യമാണെങ്കിൽ അതിനെ നിർബന്ധിക്കുന്നതുമാണ്. കാരണം ശബരിമല സ്വർണ്ണ കവർച്ച കേസ്, അയ്യപ്പ ഭഗവാന്റെ സ്വർണം കവർന്ന കേസാ. അടിച്ചു മാറ്റിയതാ സ്വർണം. ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ, കട്ടിളപ്പടി അതിന്റെ പാളികൾ, ഇതൊക്കെ അടിച്ചു മാറ്റി പാളികളോടെ കൊണ്ടുപോയി, വാതിലോടെ കൊണ്ടുപോയിരിക്കുക. കൊണ്ടുപോയിട്ടത് എവിടെയൊക്കെ വിറ്റിരിക്കുക. അതിന്റെ അന്വേഷണം നടക്കുമ്പോൾ ആ കേസിൽ പ്രതിയായിട്ട് അറസ്റ്റിലായത് ആരാ? CPM-ന്റെ നേതാക്കളാ. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ളവർ അകത്ത് കിടക്കുക, അഴിയെണ്ണുകയാണെന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനൊരു ബദൽ വേണ്ടായോ നമുക്ക് കേരളത്തില്? അങ്ങനെയല്ലയോ ഇവിടെ ചില പെണ്ണു കേസുകൾ വീണ്ടും പൊക്കിക്കൊണ്ടുവന്നത്? ഇവിടെ കേരള പോലീസിനെ ഉപയോഗിക്കുന്നു, ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിക്കുന്നു. പക്ഷേ ദേശീയ തലത്തിലാകുമ്പോൾ സംഗതി കുറെ കൂടെ മാരകമാണ്. അവിടെ ഇരിക്കുന്ന ആയുധങ്ങൾ വളരെ മൂർച്ചയേറിയതാ, സംഹാരശേഷിയുള്ളതാ, മാരകമായ പ്രകാരശേഷിയുള്ളതാ. ED, CBI, ഇൻകം ടാക്സ്, അങ്ങനെ പല പല ഏജൻസികൾ. ഇപ്പൊ അതാണ് ED-യുടെ നോട്ടീസാണ് വന്നിരിക്കുന്നത്. കേരള പോലീസ് പോലൊന്നുമല്ല, ക്രൈംബ്രാഞ്ച് പോലൊന്നുമല്ല, ED-യുടെ നോട്ടീസാണ് വന്നിരിക്കുന്നത്. അതവരുപയോഗിക്കും. അതാ പറഞ്ഞത്, പൊട്ടനെ ആരോ ചതിച്ചാൽ അവരെ ദൈവം ചതിക്കുമെന്ന്. അതെ, ദൈവം തമ്പുരാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? പണ്ടൊക്കെ പിന്നെയാ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴിപ്പോ അപ്പ കൂലിയാ, വരമ്പത്ത് കൂലിയാ. അതാണ് ഇപ്പോൾ ഈ ED നോട്ടീസിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്.